തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന വാർഡുകളിൽ പ്രധാനപ്പെട്ട വാർഡാണ് പേട്ട വാർഡ്. LDFിന് വേണ്ടി ദീപക് SP-യും NDA മുന്നണിക്ക് വേണ്ടി അശോക് കുമാറും UDFിന് വേണ്ടി D അനിൽകുമാറുമാണ് ഇവിടെ പോരാട്ട രംഗത്തുള്ളത്. ഞങ്ങളിന്ന് ഈ വാർഡിൽ നിൽക്കുന്നത് ഇവിടുത്തെ വോട്ടർമാരുടെ വികാരം എന്താണെന്നറിയാനാണ്. ആർക്കൊപ്പമാണ് പേട്ട വാർഡിലെ വോട്ടർമാർ ആരെയാണ് അവരുടെ ജനപ്രതിനിധിയായി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് പറഞ്ഞയക്കുന്നത് എന്ന് നമുക്ക് ആളുകളുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ്. പേട്ട വാർഡിൽ ശക്തമായ ത്രികോണ മത്സരമാണ്. ആർക്കൊപ്പമായിരിക്കും ജനങ്ങൾ? ഈ പെൻഷൻ കൊടുക്കുന്നതുകൊണ്ട് പെൻഷൻ തന്നെ കൂട്ടി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ 2000 രൂപ അല്ല 200 രൂപ താങ്ങൂല റബ്ബർ വിലയ്ക്ക്. ഇതെല്ലാം വെച്ച് നോക്കുമ്പം ഇടതുപക്ഷ സർക്കാരാണ് വരാനുള്ള സാധ്യത ഉള്ളത്. അറിയാലോ, തെരഞ്ഞെടുപ്പിൻ്റെ ചൂടാണ്. പേട്ടയിലെങ്ങും ശക്തമായ ത്രികോണ മത്സരമാണ്. ഓട്ടോ തൊഴിലാളി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ടാകും. എനിക്ക് പറയാനുള്ളത് LDF ജയിക്കത്തുള്ളൂ, ഉറപ്പായിട്ട് അവരെ ജയിക്കത്തുള്ളൂ എനിക്ക് പറയാനുള്ളത്. പക്ഷേ D അനിൽകുമാർ ഭയങ്കര ജനകീയനാണെന്നാണല്ലോ നാട്ടുകാർ പറയണേ. അതെനിക്ക് അറിഞ്ഞൂടാ. തിരഞ്ഞെടുപ്പിൽ ഇവിടെ LDFിന് തന്നെ മുൻതൂക്കം. ഇവിടെ LDF ജയിക്കുള്ളൂ. LDFിന് തിരുവനന്തപുരം കോർപ്പറേഷൻ LDFിൻ്റെ കുത്തകയാണ്. ആ LDF ജയിക്കുള്ളൂ. അതായത് UDFിന് കിട്ടുള്ള പണ്ട് ഐവർ കുട്ടപ്പെടുന്ന ഒരു മേയർ ഉണ്ടായിരുന്നു. ആ മേയർ പോയ പിന്നീട് ഇതുവരെയും UDFിന് കിട്ടിയിട്ടില്ല. LDFിന് തന്നെ കിട്ടുള്ളൂ. പേട്ടയിൽ ശക്തമായ ത്രികോണ മത്സരമാണ്. BJP അശോക് കുമാർ, UDFിന് അനിൽകുമാർ. നഗരസഭാ പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്ന ആളാണ്. അനിൽകുമാറിനെ കുറിച്ച് എന്താ അഭിപ്രായം? അനിൽകുമാർ നല്ല മനുഷ്യനാണ്, നല്ല കുഴപ്പമൊന്നുമില്ല. എന്നാലും LDF കൂടെ ജയിക്കുള്ളൂ. LDFിന് ഭൂരിപക്ഷം കിട്ടുള്ളൂ. ചാലയിലും അതുപോലെ തന്നെ. നമ്മളെ തിരുവനന്തപുരം സിറ്റിക്കുള്ള ഏറ്റവും കൂടുതൽ സീറ്റ് പിടിക്കുന്നത് LDFിന്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. ആരായിരിക്കും വോട്ട് കൂടുതൽ നേടുക? ഇടതുപക്ഷമായിരിക്കും. ഇടതുപക്ഷം തന്നെ ജയിക്കും, ഭൂരിപക്ഷമായിട്ട് ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? നല്ലൊരു പ്രവർത്തനവും എല്ലാം ഉണ്ട്. എല്ലാവർക്കും എല്ലാ സഹായവും ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. ആർക്കൊപ്പമായിരിക്കും ജനങ്ങൾ? LDFിനൊപ്പമായിരിക്കും പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്തതും സാധാരണപ്പെട്ടുള്ള 3600 ഇപ്പോൾ 2000 ഇപ്പോൾ 3600 ഈ മാസം കൊടുത്തു കഴിഞ്ഞു. അടുത്ത 2000 രൂപ കൊടുക്കുക. അതിൻ്റെ സന്തോഷത്തിലാണ് നാട്ടുകാരെല്ലാവരും നമ്മളിവിടെ ഒപ്പം നിൽക്കുന്നത്. UDFിന് 3ാം സ്ഥാനം പോകുന്നത് നമ്മളെ വിശ്വാസം. ഇവിടെ 3 ആളുകളും ഭയങ്കര ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത്. എന്ത് തോന്നുന്നു? നമുക്ക് പ്രതീക്ഷിക്കയില്ല. ആര് വന്നാലും നല്ല കാര്യങ്ങൾ ചെയ്യുക, അവർ പ്രതീക്ഷയുള്ളൂ. പ്രചരണമൊക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ. 3 പേരും പ്രചരണത്തിലുണ്ട്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ്. പേട്ട വാർഡിൽ എങ്ങനെയാണ്? അറിയത്തില്ല കുറിച്ച്. ഓട്ടുണ്ട്. ഈ വാർഡല്ല, കടകംപള്ളി വാർഡാണ്. അതെനിക്കറിയാം. പ്രചരണം രണ്ട് പാർട്ടി നല്ലപോലെ നടത്തുന്നു. ഇന്നലെയാണ് മറ്റേ BJPയുടെ വന്നത് ഈ മുടുക്കിൽ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ താരതമ്യേന വലിയ വാർഡ് കൂടിയാണ് പേട്ട. ചില കൂട്ടിച്ചേർക്കലുകൾ കൂടി നടത്തിയപ്പോൾ വോട്ടെണ്ണവും അതിനനുസരിച്ച് തന്നെ കൂടിയിട്ടുണ്ട്. ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം പേട്ടയിൽ നിന്ന് BS ജോയ്, വിസ്മയ ന്യൂസ്.